എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര. ആയുർവേദ ചികിത്സയ്ക്ക് എത്തുന്ന എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്, ഈ മരുന്നിന് പഥ്യം ഉണ്ടോ, അല്ലെങ്കിൽ അധികം പഥ്യം നോക്കേണ്ട മരുന്നാണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പഥ്യം എന്ന് പറയുന്ന വാക്കിനെ തന്നെ എല്ലാവരും ഒരു തെറ്റായ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് പഥ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ആ രോഗാവസ്ഥയ്ക്ക് ഹിതമായിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിന് ഹിതമായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് എന്നാണ് പഥ്യം എന്നുള്ളതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അപഥ്യം എന്ന് പറഞ്ഞാൽ അഹിതമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ കൂടുതലും മരുന്നുകളെക്കാളും രോഗത്തിനാണ് പഥ്യാപഥ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ രോഗത്തെ വർദ്ധിപ്പിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ അപഥ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നോൺ വെജ് കഴിക്കാമോ, അല്ലെങ്കിൽ ഇറച്ചി, മീൻ, മുട്ട ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇതൊന്നും തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കുന്നില്ല എന്നൊക്കെയുള്ള ആളുകളുടെ മുൻവിധി വളരെയധികം തെറ്റാണ്. അതായത് എല്ലാ അവസ്ഥയ്ക്കും നമ്മൾ ഇറച്ചി, മീൻ, മുട്ട അല്ലെങ്കിൽ നോൺ വെജ് ഒഴിവാക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. ആ അവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ ആ രോഗത്തിനനുസരിച്ചാണ് നമ്മൾ പഥ്യാപഥ്യങ്ങൾ നിശ്ചയിക്കുന്നത്. ആ അവസ്ഥയ്ക്ക് നോൺ വെജ് കഴിക്കാൻ പാടുള്ളതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാനായിട്ട് പറയും. മറിച്ച് ചില അവസ്ഥകളിൽ തൈര് അല്ലെങ്കിൽ ഉഴുന്ന്, ശർക്കര ഇവയൊക്കെ ആയിരിക്കും ആ രോഗത്തെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അപഥ്യങ്ങളായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കാൻ പറയാറുണ്ട്. അപ്പോൾ ആയുർവേദ മരുന്ന് കഴിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ആയുർവേദത്തിൽ പഥ്യാപഥ്യങ്ങൾക്ക് ഔഷധത്തെക്കാൾ പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ പറയാം. ആയുർവേദത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ രോഗം മാറ്റുക എന്ന് മാത്രമല്ല, നമ്മുടെ രോഗം മാറ്റി നമ്മളെ ഒരു പൂർണ്ണ ആരോഗ്യവാന്മാരാക്കുക എന്നതാണ് ആയുർവേദത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ ഔഷധങ്ങൾ സേവിച്ച് അസുഖം മാറി അതിനോടൊപ്പം തന്നെ ആ അസുഖം വരാനുള്ള കാരണങ്ങളെ നമ്മൾ ഒഴിവാക്കാതെ നമ്മുടെ ആഹാരത്തിലും വിഹാരത്തിലും നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ വീണ്ടും ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഔഷധത്തോടൊപ്പം തന്നെ പഥ്യാപഥ്യങ്ങളും പാലിക്കണം എന്ന് പറയുന്നത്. ഈ പഥ്യാപഥ്യങ്ങളിൽ ആഹാരം മാത്രമല്ല, നമ്മുടെ വിഹാരങ്ങളും, അതായത് നമ്മുടെ ഒരു ജീവിത ശൈലി, നമ്മുടെ ദിനചര്യ, നമ്മുടെ തൊഴിൽ, നമ്മുടെ താമസിച്ചുള്ള ഉറക്കം, ഇതെല്ലാം അതിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പഥ്യാപഥ്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ചും ഇതിനെക്കുറിച്ച് പറയാൻ കാരണം, ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ വളരെയധികം തെറ്റാണ്. നമ്മൾ രോഗത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പഥ്യാപഥ്യങ്ങൾ പറയുന്നത്. ഔഷധം മാത്രം സേവിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് അതൊരു ശുദ്ധ ചികിത്സയല്ല. ഔഷധത്തോടൊപ്പം തന്നെ പഥ്യാപഥ്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു രോഗം മാറി നമ്മൾ ഒരു പൂർണ്ണ ആരോഗ്യമുള്ളവരായി മാറുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആയുർവേദത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പഥ്യാപഥ്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.